ഹലോ നമസ്കാരം. നിങ്ങളൊരു സ്ഥാപനത്തിൽ സർവീസോ സെയിൽസോ നേടിയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും മുകളിലെ ഇടതുഭാഗത്ത് ആ സ്ഥാപനത്തിന്റെ പേര് കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ ഡാനി ചിത്രപ്രമ എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണോ സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുള്ളത് അത് കാണിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ആ സർവീസ് തന്ന സ്റ്റാഫിന്റെ ഫോട്ടോയും അല്ലെങ്കിൽ പേരും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ അർഷദ് ഡാനീസ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ കാണിച്ചിട്ടുണ്ടാവും. ഇതിന്റെ നേരെ താഴെ നിങ്ങൾ വീണ്ടും ആ പേരും സ്ഥാപനത്തിന്റെ പേരും അർഷദിനെ ഒന്ന് റേറ്റ് ചെയ്യാമോ? അതായത് നിങ്ങളുടെ സർവീസ്, അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള സർവീസ്, നിങ്ങളോട് പെരുമാറിയിട്ടുള്ള രീതികൾ, നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ എടുക്കുന്നത്. ഇത് നേരിട്ട് സ്ഥാപനത്തിന്റെ ഓണറുടെ അടുത്തേക്കാണ് പോകുന്നത്. സ്ഥാപനത്തിന്റെ ഓണർക്ക് നിങ്ങളുടെ സർവീസിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അത് വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഈ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഒരു ബാഡ് എക്സ്പീരിയൻസോ ഒരു ഗുഡ് എക്സ്പീരിയൻസോ നിങ്ങൾക്ക് ആ സ്റ്റാഫിൽ നിന്ന് ഉണ്ടായിട്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും. ജസ്റ്റ് ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഒരു പോപ്പപ്പ് ഓപ്പൺ ചെയ്യും. നേരെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പോപ്പപ്പ് ഓപ്പൺ ചെയ്യും. ആ പോപ്പപ്പില് നിങ്ങൾക്ക് മുകളിൽ വീഡിയോ കാണുന്നുണ്ടാവും. അതിന്റെ താഴെ ആളുടെ പേര്, അർഷദ് ഡാനിന്റെ പേര് കാണുന്നുണ്ടാവും, സ്ഥാപനത്തിന്റെ പേരും കാണുന്നുണ്ടാവും അല്ലെ. അവിടെ നിങ്ങൾക്ക് 5 സ്റ്റാർ കൊടുക്കാം. നിങ്ങൾക്ക് നല്ല സർവീസ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് സർവീസ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് 1 സ്റ്റാറോ 2 സ്റ്റാറോ 3 സ്റ്റാറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ 5 സ്റ്റാർ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താം. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആണെങ്കിൽ കുട്ടി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാം. ഇനി അതല്ല നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ ജസ്റ്റ് മലയാളം ചെയ്തുകൊണ്ട് നല്ല സർവീസിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. ഇനി അതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വോയിസിൽ പറയാം. നിങ്ങൾ എഴുതാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺ വോയിസിൽ റെക്കോർഡ് വോയിസിൽ ക്ലിക്ക് ചെയ്ത് ബട്ടൺ അമർത്തി ഓഫ് ചെയ്തതിന് ശേഷം അത് ആ റെക്കോർഡോട് വന്ന് കാണുന്നുണ്ടാവും അല്ലെ. അവിടെ നിങ്ങളുടെ പേര്, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി നിർബന്ധമല്ല, നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുക. സബ്മിറ്റ് റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങളുടെ അഭിപ്രായം ആ സ്ഥാപനത്തിന്റെ ഓണറിലേക്ക് എത്തുന്നുണ്ടാവും. ഇത് ചെയ്തതിന് നിങ്ങൾക്ക് 5 പോയിന്റിന്റെ റിവാർഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏത് സ്ഥാപനവും മനസ്സിലാക്കുന്നത് കസ്റ്റമർ ആണ് കിങ് എന്നാണ് അല്ലെ. അപ്പോ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് നൽകുന്ന സർവീസ് റിവ്യൂ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. താങ്ക് യു.